ഇഷ യോഗ സെൻറ്ററിൽ 2 ദിവസം താമസിച്ചു. അവിടുത്തെ വിശേഷങ്ങൾ, റൂം ബുക്ക് ചെയ്യേണ്ടത്, പിന്നെ ഉള്ളിൽ നോർമൽ ഈ ഒരു സ്ഥലത്തോട്ട് ക്യാമറ അലൗഡ് അല്ല. പക്ഷേ നമ്മൾ പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് ഇതിനുള്ളിലെ കാഴ്ചകളെല്ലാം ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഇഷ യോഗ സെൻറ്ററിൽ ഇതുവരെ പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ തൃശ്ശൂരിൽ നിന്ന് 4:30-ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സൂര്യ കണക്ട് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ആദിയോഗിയുടെ അതുവരെ, അതായത് ഡയറക്റ്റ് ബസ്സാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ട്രിവാൻഡ്രം മുതലുള്ളവർക്ക് അതിനിടയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ ഈ ഒരു ബസ്സിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ദൂരെ നിന്നുള്ളവർക്കൊക്കെ വരാൻ വളരെ ഈസിയാണ്. ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ലാസ്റ്റ് തരാട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 8:30യോടുകൂടെയാണ് നമ്മൾ ഇറങ്ങിയത്. ഗാന്ധിപുരത്തേക്കാണെന്ന് കൂടുതലും ആളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ശനി ഞായറൊക്കെ ഇങ്ങോട്ടേക്ക് നല്ല തിരക്കാണ് ബസ്സിൽ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ മാത്രമാണ് ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് 2 ദിവസം താമസിക്കാനാണ് പരിപാടി. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഫാമിലിയുടെ ഒപ്പമാണ്. പക്ഷെ ഞാൻ എന്താ പറയുക, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിനുള്ളിലുള്ള കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതിൻ്റെ ഒരു PNR ഒക്കെ അവിടെ വെൽക്കം ബോർഡിൽ കാണിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ റൂമിലേക്ക് എൻട്രി ആയിരിക്കുകയാണ് കേട്ടോ. വിശാലമായിട്ടുള്ളൊരു റൂമാണ്. ശിവപാദം എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. പല ടൈപ്പ് കോട്ടേജുകളുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കത്തി റേറ്റ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പുറത്തൊക്കെ നിറയെ, അതായത് പണി നടക്കുന്നുണ്ട് 4 ഭാഗവും. വലിയ റൂം. ഞാൻ ഇതിനു മുമ്പ് താമസിച്ചത് ഇത്ര വലിയൊരു റൂമായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇവിടെ എത്തും. എനിക്ക് തോന്നുന്നു മലയാളികൾ അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കണേന്നറിയോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരെയും ഒന്ന് കാണുക. അപ്പോൾ ശരിക്കും അത്ഭുതമാണ് ഓരോരോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നാം. അപ്പോൾ എന്തായാലും ഇപ്പം കുറച്ച് നേരം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം ധ്യാനലിംഗ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയി ഇനി ഇപ്പോൾ റൂമിൽ നിൽക്കണം. ഇനി വൈകുന്നേരമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ. കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. റൂം യൂസ് ചെയ്ത് കാരണം ഇവിടെ റൂമിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു വൈകുന്നേരത്തോടുകൂടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുളിച്ച് ഫ്രഷായി വൈകുന്നേരം ഒരു 4:30 നമ്മളൊന്ന് ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ എൻട്രി ആയി ക്ഷേത്രങ്ങളിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു കേട്ടോ. കാരണം ഉച്ച സമയത്ത് നല്ല ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് AC റൂമായതുകൊണ്ട് നല്ല സമയമായിട്ട് കുറേ നേരം റെസ്റ്റ് എടുത്തു. രാവിലെ പിന്നെ ഉറക്കവും ശരിയായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു നന്ദിയുടെ രൂപമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാ മാസവും ഇങ്ങനെ അത് പോളിഷ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിവോട്ടീസുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം, അതായത് വൈകുന്നേരത്തോടെ ഈ ഒരു സമയം പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഹാളിലേക്ക് പോയിരിക്കാനും ഇവിടുത്തെ ആ ഒരു തീർത്ഥക്കുളത്തിൽ ഇറങ്ങാനും ഒക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നോർമൽ അങ്ങനെ ആളുകൾക്ക് ഇതിന് ഫോൺ ഉള്ളിൽ അലൗഡേ അല്ല. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ഉള്ളിലേക്ക് കൊണ്ടുവരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇത് കാണാനാണ് വരണമെന്നുണ്ടെങ്കിൽ ഫോൺ വെക്കാനും ബാഗ് വെക്കാനും ഒക്കെ പ്രത്യേക കൗണ്ടറുകൾ പുറത്തുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഈ രുദ്രാക്ഷം തരും. പക്ഷെ അതിനവിടെ ഫ്രണ്ടിൽ ഒരു ടോക്കൺ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ലിംഗഭൈരവി എന്ന് പറയുന്ന ഒരു ടെമ്പിളുണ്ട്, അതായത് ദേവി ടെമ്പിളാണ്. അപ്പോൾ ആ ഒരു ടെമ്പിൾ പ്രത്യേക, അതായത് പൂജകളും പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മഞ്ഞ ചരടുണ്ട്. ആ ചരട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് പ്രാർത്ഥിച്ചിട്ട് അതിനുള്ളിൽ ഒരുപാട് പേരങ്ങനെ കെട്ടി ഒരു വലിയ മരം പോലെ ആയിട്ടുണ്ട് കേട്ടോ അത്.
അങ്ങനെ അവിടെ കെട്ടാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് അങ്ങനെ കെട്ടാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രം പൂജിക്കുന്ന ഒരു ടെമ്പിളാണ്, അതായത് ദേവി ടെമ്പിളാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പീരീഡ്സ് ആവണ സമയത്തും ഈ ടെമ്പിളിൽ വരാമെന്നുള്ളതാണ്. ഇതാണ് ധ്യാനലിംഗം. ഇവിടെയാണ് നമ്മൾ ധ്യാനിക്കാനൊക്കെ ഇരിക്കുന്നത്. അതായത് മെഡിറ്റേഷൻ ഹാളാണ്. വളരെ സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ്. നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലും അറിയും എന്ന് തോന്നിപ്പോവും. അത്രയും, അതായത് ഒരുപാട് രീതിയിൽ നല്ല ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യാൻ, ഒരുപാട് യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, എന്താ പറയുക, അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈറ്റില്ലമാണ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇതാണ് ചന്ദ്രകുണ്ട് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് തീർത്ഥക്കുളത്തിൽ ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു തീർത്ഥക്കുളത്തിൽ ഇറങ്ങാനായിട്ട്. അപ്പം ഇവിടെ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആയിട്ടുള്ള സമയത്ത് തീർത്ഥക്കുളത്തിൽ ഇറങ്ങാൻ പാടില്ല. അത് അവർ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക്, അതായത് പ്രഷർ, വേറെ എന്തെങ്കിലും ലോ BP അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും തീർത്ഥക്കുളത്തിൽ ഇറങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ, അതായത് ആ തീർത്ഥക്കുളത്തിൽ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ദേവി ടെമ്പിളിൽ പോയി അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു തീർത്ഥക്കുളത്തിൽ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ആ ഒരു, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു മെഡിറ്റേഷൻ സെൻറ്റർ, ഒരു റൗണ്ട് പോലെ അതിനുള്ളിലേക്ക് പോകാനുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിലേക്കും പോവാം. അപ്പോൾ അവിടെ നമ്മൾ പോയി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ചന്ദ്രകുണ്ടല്ലേ, സൂര്യകുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് എത്രത്തോളം ആളുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നർ എഞ്ചിനീയറിംഗ് പഠിക്കാനും ഹഠയോഗ പഠിക്കാനും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കണ്ട അത്ഭുതം തോന്നും. കണ്ടോ, ഇതാണ് ഈ ഒരു തീർത്ഥക്കുളം. ഫുൾ കരിങ്കല്ലിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിലിറങ്ങുമ്പോഴാണ് ആ ഒരു ഫീൽ. അത് ഒരിക്കലെങ്കിലും ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കണ്ടോ, എത്രയോ ഫോറിനേഴ്സ്, ശരിക്കും ഫോറിനേഴ്സിനെ കണ്ടിട്ട്, അതും ചൈന, ആഫ്രിക്ക, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ട് ഒരുപാട് നമ്മൾ അങ്ങനെ അവർ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം അത് മോശമല്ലേ, കാരണം അവരെല്ലാവരും അത് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എടുക്കാഞ്ഞത്. എന്നാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം മാത്രമാണ് എടുത്തത്. ഇപ്പം നമ്മൾ നേരെ, അതായത് ആദിയോഗി സ്റ്റാച്ചു എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേരം 7:15 ലൈറ്റ് ഷോ ഉള്ളത്. നമ്മൾ ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെ ആയതുകൊണ്ട് ലൈറ്റ് ഷോ അങ്ങനത്തെ വീഡിയോ ആ കാര്യങ്ങൾ ഞാൻ കാണാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് നോക്കുക, അതായത് വെള്ളയങ്കിരി മല എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഈ മലയ്ക്ക് ഇങ്ങനെ ഒരു പേരാണ്. ശരിക്കും ഒരു ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. നല്ല, അതായത് ഈവനിങ് വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു പോസിറ്റീവ് വൈബാണെന്നറിയോ ഇതിലൂടെ നടക്കുമ്പോഴത്തേക്കും. ഇവിടെ പുതിയതായിട്ടൊരു ക്ഷേത്രം, അതായത് കാലഭൈരവൻ്റെ ടെമ്പിൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇതൊരു തുടങ്ങിയിട്ട്, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 3 മാസമായി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലും വീഡിയോ ഒന്നും ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയില്ല. ജസ്റ്റ് തൊഴുതു പുറത്തിറങ്ങി. അവിടെയും നല്ലൊരു ഫീൽ ഗുഡാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി വേറെ പരിപാടികളൊന്നുമില്ല. നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. നാളത്തെ ഒരു ദിവസം കൂടെ ഫുൾ ഇവിടെയുണ്ട്. അപ്പോൾ നാളെ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് ഇവിടുത്തെ പാത്രം കണ്ടോ. അതെ, അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ റൂമിലേക്ക് വന്നേക്കണേ. ഭക്ഷണത്തിൻ്റെ അവിടെ ഒന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല. കാരണം ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പിന്നെ നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരു ആൾ വന്നിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെയുള്ള നിങ്ങളെ കാണിച്ച വിഷയമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് കഴിക്കണ നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ആൾ നമ്മുടെ അടുത്തുനിന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനത്. ശരിക്കും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഒന്ന് സ്റ്റേ ചെയ്തൊന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഓൺലൈനിലാണ് ഇവിടുത്തെ സ്റ്റേയുടെ ബുക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ആ ഒരു വെൽക്കം പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണത് ശിവപാദം. നമ്മളിപ്പോൾ എവിടെയാണോ സ്റ്റേ ചെയ്യണം, ഓരോ കോട്ടേജിനും ഓരോ പേരുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ശിവപാദം 3 ആണ്. അപ്പം ഈ ഒരു ബ്ലോക്കിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെവിടെയാണ് പറയണത് വെച്ചാൽ അതിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കയറാം. അങ്ങനെ ഇവിടെ വരാം. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലാണ്. അപ്പം ഒരുപാട് വണ്ടികൾ അങ്ങനെ ആ ഒരു ഫുൾ ടൈം ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മളിവിടെ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു റേറ്റിൻ്റെ ഒരു റൂമുകളൊന്നും അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 നേരം ഫുഡ് ഫ്രീ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്കാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അതിനുശേഷം ഭക്ഷണമോടെ കഴിച്ചിട്ട് ഇപ്പം 9:15 കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ പുറത്തായിരുന്നു. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റ് ഷോ കണ്ടു. കാരണം ഇങ്ങനെ റെഗുലറായിട്ട് നമ്മളിങ്ങനെ ട്രിപ്പ് കൊണ്ടുവരുന്നതുകൊണ്ടൊക്കെയും ഒരുപാട് തവണ കണ്ടിട്ടുള്ളത് കൊണ്ടും ലൈറ്റ് ഷോ നമ്മൾ കണ്ടില്ല. പക്ഷെ വേറെ കുറേ സമയം ഇങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഒക്കെ ഇരുന്ന് നടന്ന് കണ്ട് അങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ റൂമിലെത്തിയത്. ഇനി നാളെ രാവിലെ 5:00 ഇവിടെ ഗുരുപൂജയുണ്ട്. 5:30-6 മണിയോ ആ ഒരു ടൈമിൽ ഗുരുപൂജയുണ്ട്. അപ്പോൾ അത് കാണണം. അതൊന്നും ഞാൻ വീഡിയോ എടുക്കലുണ്ടാവില്ല. അപ്പം എന്തായാലും നാളെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. രാവിലെ 6:15 കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ താമസിക്കുന്ന കോട്ടേജ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് ഈ ഫ്രണ്ടിലോട്ട്, അതായത് ഏറ്റവും ഫ്രണ്ടിലേക്കുള്ള വെൽക്കം പോയിന്റ് വരെ വരാനായിട്ട് കുറച്ചധികം സമയമുണ്ട്. അപ്പോൾ നടക്കാനായിട്ട് പറ്റില്ല, നമുക്കങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഷട്ടിൽ ബസ് പോലെയും ഭംഗി പോലെയും കുറേ വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കോട്ടേജിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ വണ്ടികൾ കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഫോൺ അഥവാ എടുത്ത്, അതായത് ഇപ്പം പെർമിഷൻ ഉള്ളത് കൊണ്ടും എൻ്റെ കൂടെ ഇവിടുത്തെ ഒരാളുള്ളത് കൊണ്ടുമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് രാവിലത്തെ ടൈമിൽ ഇവിടുത്തെ സ്റ്റാച്യുവിൻ്റെ ഇവിടെ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഒരു ചെറിയ ഡാൻസിൻ്റെ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID-യിലാവും ഇടുന്നുണ്ടാവുക. RJ ഷാരി എന്നാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാ ID. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് പറ്റുമേ. എന്നിട്ട് ഞാൻ പിന്നെ തീർത്ഥക്കുളത്തിൽ പോയിട്ട് കുളിച്ച് ഇപ്പോൾ കണ്ടോ മുടിയൊക്കെ കെട്ടിവെച്ച് അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്കാണ് ഇവിടുത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, റൈസും പിന്നെ ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്കൊരു മെഡിറ്റേഷൻ, യോഗ പഠിപ്പിക്കുക. യോഗ അല്ല, ആക്ച്വലി ഒരു മെഡിറ്റേഷനാണ്, ഒരു 7 മിനിറ്റിൻ്റെ. അപ്പോൾ അത് അവർ ജസ്റ്റ് അവർ പറഞ്ഞു തരും. എന്നിട്ട് അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കതിൻ്റെ ഒരു ആപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കത് എന്നും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗയെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെയുള്ള നമുക്ക് അധികം റയറായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും എനിക്കത് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബസ് ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിലും കാര്യങ്ങളും, അതായത് തൃശ്ശൂരിൽ നിന്ന് 4:30 പുറപ്പെട്ട 8:00 ഇവിടെ എത്തിയത്. അങ്ങനെ ആ ബസ്സിന് വന്നു കഴിഞ്ഞാൽ പുറത്ത് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആവാം. അപ്പോൾ നിങ്ങൾ ഇവിടെ റൂം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനുള്ളിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വൈകുന്നേരത്തെ ലൈറ്റ് ഷോയും കൂടെ കണ്ടിട്ട് തിരിച്ച് 8:30 ഇവിടുന്ന് ബസ്. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അതിനിടയിൽ എന്താ പറയുക പല സ്ഥലങ്ങളിലൂടെയാണല്ലോ ഈ വണ്ടി വരുന്നത്. അപ്പോൾ അത് എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ട് ഇഷ കോട്ടേജ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓൺലൈൻ മാത്രമേ ബുക്കിംഗ് എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല. ഏറ്റവും സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു 990 രൂപ മുതൽ റൂമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദിയോഗിയിൽ വന്ന് ഇന്ന് 2ാമത്തെ ദിവസം രാത്രി ഇവിടുന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ 2 ദിവസം ഇവിടെ താമസിച്ചു. 2ാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ശരിക്കും ലൈഫിൽ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. കാരണം ആദ്യത്തെ തവണ വന്ന് ഞാൻ തനിയാണ് വന്നത്. പക്ഷേ 2ാമത്തെ തവണ ഫാമിലീനെ കൂട്ടിയിട്ട് വന്നു. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള അവരും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത്. ശരിക്കും ഓരോ തവണ വരുമ്പോഴും ഇവിടെ കുറേയധികം പുതിയ അറിവുകളും പുതിയ കാഴ്ചകളും ഒക്കെയാണ്. ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേ നമുക്ക് നിരാശപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഇവിടെ ഒന്ന് വരാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റട്ടെ. കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ്, കാരണം ഇവിടെ അറിയാമല്ലോ വീഡിയോ അല്ലെങ്കിൽ ക്യാമറ ഒന്നും ഇതിനുള്ളിൽ അലൗഡ് അല്ല. പക്ഷേ നമ്മൾ പ്രത്യേക പെർമിഷനൊക്കെ എടുത്തിട്ടാണ് കുറച്ചെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറേ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.